ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 35ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ. കരുണയുള്ള അപ്പച്ചാ, കർത്താവിൻ്റെ വരവിൽ അതിപ്രധാനമായ ചില വിഷയങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എതിരേൽപ്പ്, ന്യായവിധി, അത് വിവരിച്ചു പറയുവാൻ ഈ സമയത്തിൻ്റെ ക്ലിപ്തത ഇനി അനുവദിക്കാത്തതുകൊണ്ട് അത് വളരെ ലഘുവായിട്ട് മാത്രമേ എനിക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 3ാമത്തെ ഭാഗമാണ് പ്രതിഫലം. ദൈവം നമുക്ക് പ്രതിഫലം തരും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴേ താൻ ഇപ്രകാരമാണ് പറയുന്നത്: യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. യേശു ക്രിസ്തു ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ആ അടിസ്ഥാനമല്ലാതെ ഇന്ന് യേശുവിൻ്റെ പേര് പറഞ്ഞ് വേറെ ഒരുപാട് പദ്ധതി നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ദൈവവചനപ്രകാരം അല്ല എന്ന് മനസ്സിലാക്കണം. അടുത്ത പറയുന്നത്, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നിധി വിശ്വാസത്തെ കാണിക്കുകയാണ്. 2ാമത്തെ കൂട്ടർ ചെയ്യുന്നത് മരം, പുല്ല്, വൈക്കോൽ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ കാഴ്ചയ്ക്ക് വലിപ്പമുണ്ട്. വലിപ്പം എന്ന് പറഞ്ഞാൽ വലിപ്പമുണ്ട്. മറ്റേത് കാഴ്ചയ്ക്ക് ഒന്നുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. എങ്കിൽ ഇവർ ഓരോരുത്തർ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുണ്ടല്ലോ, അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ആ ദിവസം അതിനെ തെളിയിക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ദാനിയേൽ പ്രവചനം നമ്മൾ വായിച്ചു വരുമ്പോഴേ നമ്മുടെ കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിച്ച് പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടി ഒരവസരം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചതാണെങ്കിലും അവിടെ പറയുന്നത് അവൻ്റെ മുമ്പിൽ ഒരഗ്നി നദി ഒഴുകും. എന്നിട്ട് നമ്മുടെ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴേ ഈ അഗ്നി നദിയിൽ കൂടെ നമ്മളെ ദൈവത്തിന് ന്യായാസനത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴേ ഇവിടെ പറയുന്ന ആ പൊന്നൊന്നുകൂടെ ശോഭിക്കും. നമ്മുടെ പ്രവൃത്തി, വെള്ളി ഒന്നുകൂടെ വെട്ടിത്തിളങ്ങും. അടുത്തത് വിലയേറിയ കല്ല്, ഇതിന് 3ഉം തിളക്കമുണ്ടാകും. എന്നാൽ മറ്റേ 3 പണിയെന്ന് പറയുന്നത് കാണാൻ വലിപ്പമുണ്ട്. മരം, പുല്ല്, വൈക്കോൽ എന്നുകൊണ്ട് പണിയുന്നു. പക്ഷേ ഇത് അഗ്നിനദിയിൽ കൂടെ അക്കരയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം പുകഞ്ഞു പോകും. അക്കരെ ചെല്ലുമ്പോൾ ഒന്നും കാണിയേല. ഇക്കരെ ഇതൊക്കെ നമുക്ക് കാണാം, ഒരുപാട് കാര്യങ്ങൾ കാണാം. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോഴേ അതെല്ലാം ചാമ്പലായി പോവും. ആ ദിവസം അതിനെ തെളിയിക്കും. തീയോട് വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തന്നെ അന്നറിയുള്ളൂ. ഇന്ന് പലരുടെയും പ്രവൃത്തി നമ്മുടെ കാഴ്ചയിൽ വലിയ പ്രവർത്തനമായിട്ടൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ അന്നേ അറിയുള്ളൂ
പണി എന്തായിരുന്നു? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിന്മേലായിരുന്നുവോ അല്ലായിരുന്നുവോ? എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അത് പറയുന്നത് ബന്ധുവോ എന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, വചന അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശോഭ കൂടി വരും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ തന്റെ അവസാന നാളുകൾ വന്നപ്പോൾ തിമോത്തിയോസിന് ലേഖനം എഴുതുന്നുണ്ട്. 2 തിമോത്തിയോസ്. താൻ വളരെ ധൈര്യമായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്: ഞാൻ നല്ല പൊരുതി ഓട്ടം തികച്ചു. ആ ദൈവദാസനെ ഓടി തളർന്നില്ല, തികച്ചു. വിശ്വാസം കാത്തു, അദ്ദേഹത്തെ ഏൽപ്പിച്ച വിശ്വാസത്തെ കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാധിപതി കർത്താവെ ആ ദിവസത്തിൽ എനിക്ക് നൽകും. താൻ ഒന്നുകൂടെ പറയുന്നു, എനിക്ക് മാത്രമല്ല അവരുടെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കുന്നു. വേദപുസ്തകം ഒത്തിരി കിരീടം എന്ന് പറഞ്ഞാലും സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന് ജീവകിരീടം ലഭിക്കും. സദൃശവാക്യത്തെ പറയുന്നത് 4:9, ഞാൻ അവന് മഹത്വ കിരീടം ചൂടിക്കും. തിമോത്തിയോസിന് ഒരു കാര്യം പറയുന്നുണ്ട്. തിമോത്തിയോസേ, ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ നിനക്ക് കിരീടം പ്രാപിക്കുകയില്ല. വചനപ്രകാരം പോരാടിയാൽ കിരീടം ലഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ കാലങ്ങൾ കഴിയാറായി. യുദ്ധശ്രുതികൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ കർത്താവ് വാതിക്കലാണ്. ഇനി അധികമില്ല. ഒരു വലിയ മഹായുദ്ധം നാം കാണാൻ പോവുകയാണ്. അതിനു മുമ്പേ നമ്മുടെ കർത്താവ് വരും. അതിനുവേണ്ടി ഒരുങ്ങുക. ഭാരതം യേശുവിനായി ഉണരുക. നിങ്ങളും ഭാരതത്തിന് ഉണർന്നു വേണ്ടി പ്രാർത്ഥിക്കുക, അംഗമാകുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.